ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ പുത്തൻ പ്രൊമോ എത്തിയിരിക്കട്ടോ പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ നമ്മൾ ഒത്തിരി കരയിപ്പിച്ചിരുന്നു അല്ലെ. എന്നാൽ ഇത്തവണത്തെ പ്രൊമോ ഇവരെല്ലാരും കൂടി തിരികെ വീട്ടിലെത്തുക കേട്ടോ. അപ്പൊ തിരികെ വീട്ടിലെത്തിയ പാടെ നമ്മുടെ ചന്ദ്രയുടെ പഴയ സ്വഭാവം ചന്ദ്ര തിരിച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഓ ഇനി ആ കട തുറക്കാൻ പോവാന്നുള്ള പരസ്യം നാട് മൊത്തം കൊടുക്കും, വലിയ ഷോപ്പിംഗ് മാൾ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കളിയാക്കുന്നൊക്കെയുണ്ട്. പക്ഷെ രേവതിയും സച്ചിയും ഒരക്ഷരം മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ. അതിന് പിന്നാലെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും പതിവ് പോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയെ വലിയ പൊക്കിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. ഇപ്പൊ എല്ലാവർക്കും ശ്രുതിയുടെ ആ ഒരു വലിപ്പം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പൊ സച്ചി പറയുന്നുണ്ട്, എനിക്ക് അവളുടെ വലിപ്പം പണ്ടേ മനസ്സിലായതാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി സച്ചി വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയുന്നുണ്ട്. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഭാമ നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശേഷം നമ്മുടെ ചന്ദ്രമതി ഓരോ മുറിയിലേക്കും കൊണ്ടുപോകാട്ടോ. അപ്പൊ നമ്മൾ ശ്രീകാന്തിന്റെ മുറിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വാലടച്ച് കളയുന്നുണ്ട്. നമ്മുടെ ശ്രുതിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ ശ്രുതി വാലടച്ച് കളയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സച്ചിയുടെ മുറിയിലേക്ക് നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ഭാമയും കൂടി പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സച്ചി ആ മുറിയിൽ കിടപ്പുണ്ടാകും. സച്ചി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല താനും. അപ്പൊ നമ്മുടെ ഭാമനെ കൂടി നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സച്ചിക്കരികിലേക്ക് പോകുന്നുണ്ട് താനും. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? മറ്റുള്ളവരെല്ലാവരും എന്തിനാണ് മുറി അടച്ച് കളഞ്ഞതും അല്ലെ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.